ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ബൈ ആണ്. ആൻഡ് ഈ കാണുന്ന 4023 ഒരു ഫസ്റ്റ് ടാർഗറ്റും അതുപോലെ തന്നെ 4098 എന്നുള്ളൊരു സെക്കൻഡ് ടാർഗറ്റ് എന്നുള്ള ലെവലിലേക്കുള്ള ഒരു ബൈ അപ്രോച്ചാണ് ഞാൻ ഇപ്പോൾ മാർക്കറ്റിൽ നോക്കാൻ പോകുന്നത്. ഇൻ കേസ് ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 3800 ലെവലിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒരു ന്യൂയോർക്ക് സെഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈ സൈഡിലേക്കുള്ള കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ സൈഡിലേക്കുള്ള അപ്രോച്ച് ചെയ്യാം. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെൻറ്റർ. സോ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ ഗോൾഡിൻ്റെ ഒരു അനാലിസിസ് നോക്കിയായിരുന്നു, അതുപോലെ തന്നെ യൂറോ യൂസിയുടെ നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേഷൻസ് ആണ്. ആൻഡ് അപ്കമിങ് സെൽ ലെവൽസ് ആൻഡ് ബൈ ലെവൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. സോ ഗോൾഡ് ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് ഒരു ഡെയിലിയുടെ തന്നെ ഒരു മേജറായിട്ടുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം പ്രൈസ് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഏഷ്യൻ സെഷൻ അത്യാവശ്യം ഒരു ബെയറിഷിലേക്ക് ഇറങ്ങിയെങ്കിലും പക്ഷേ ഒരു പ്രീവിയസ് ഇന്നലെ ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റിന് സാധിച്ചില്ല. അതിന് തൊട്ട് മുമ്പുള്ള ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് പ്രൈസ് ഇപ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. ഒരു കൺസോൾട്ടേഷൻ രീതിയിലാണ് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ബൈ ആണ്. ആൻഡ് ഈ കാണുന്ന 4023 ഒരു ഫസ്റ്റ് ടാർഗറ്റും അതുപോലെ തന്നെ 4098 എന്നുള്ളൊരു സെക്കൻഡ് ടാർഗറ്റ് എന്നുള്ള ലെവലിലേക്കുള്ള ഒരു ബൈ അപ്രോച്ചാണ് ഞാൻ ഇപ്പോൾ മാർക്കറ്റിൽ നോക്കാൻ പോകുന്നത്. ഇൻ കേസ് ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 3800 ലെവലിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഒരു ന്യൂയോർക്ക് സെഷനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈ സൈഡിലേക്കുള്ള കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ സൈഡിലേക്കുള്ള അപ്രോച്ച് ചെയ്യാം. ഒരു 4 ഹവറിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ സ്റ്റിൽ ഇവിടെ കടന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ബൈ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് നല്ലത്. ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ലിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് യൂറോ യൂസിയുടെ ചാർട്ട് നോക്കാം. യൂറോ യൂസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന ലെവലിലേക്ക് നമുക്ക് സെല്ല് ടാർഗറ്റ് ചെയ്യാം. പക്ഷേ ഒരു മേജറായിട്ടുള്ള ലിക്വിഡിറ്റി ഇതുവരെ പ്രൈസ് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന ഒരു ബൈ ലെവലിൽ നിന്ന് യൂറോ യൂസ് എന്ത് ചെയ്യാം, അവിടെ നിന്നൊരു പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1.13755 എന്ന് പറഞ്ഞ ഏരിയ ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 1.14058 എന്നുള്ള ഏരിയയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എയിം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഏരിയ ഫെയിൽ ചെയ്ത് ഒരു പ്രോപ്പറായിട്ടുള്ള സെൽ സെറ്റപ്പാണ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ സൈഡിലേക്ക് മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്താൽ മതി. ആൻഡ് ബൈ എടുക്കുന്നതാണ് അറ്റ് ദ മൊമെൻറ്റ് ഒരു ഷോർട്ട് ടേം, അതായത് ലോങ് ടൈം അല്ല, ഷോർട്ട് ടൈം ആയിട്ട് ഒരു ബൈ എടുക്കുന്നതാണ് അറ്റ് ദ മൊമെൻറ്റ് മാർക്കറ്റിൽ നല്ലത്. ഞാൻ സെല്ലിലേക്കുള്ള റിയാക്ഷൻ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പറായിട്ട് ടാർഗറ്റിലേക്ക് സെല്ലിന് ഇപ്പോൾ ഇന്നത്തെ ദിവസം പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെഷനിൽ ലിക്വിഡ് ടി സി ഇപ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ബൈ എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ബൈ. സെയിം ഗോൾഡിലെ പോലെ തന്നെ യൂറോ USD ഒരു പ്രോപ്പർ ഏരിയയിൽ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 ഹവറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീക്ക് റിജക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഫോം ആയിട്ട് സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ TP ബുക്ക് ചെയ്ത് മാറാം. ആൻഡ് ബൈ ഈ കാണുന്ന ലെവൽസ് വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ. ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.